ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. ആപ്പിളും ചെറുപഴമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു മിക്സ്ഡ് ജ്യൂസാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല തേൻ്റെ മധുരമുള്ള വെണ്ണീർപ്പൂവിൻ്റെ 4 ചെറുപഴം കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ചെറുപഴം വേണമെങ്കിലും എടുക്കാം. ഞാനിത് ആപ്പിളിൻ്റെയും പഴത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും മിശ്രം ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആപ്പിളും പഴവും നല്ല മധുരമുള്ളതായതുകൊണ്ട് തന്നെ പഞ്ചസാര ഇത്രയും മതിയാവും. ഇനി ഇതിലോട്ടൊരു 5 ബദാം ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ്. ഈ ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 2 ഏലയ്ക്ക തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇതാ നല്ല സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ളൊരു മിക്സ്ഡ് ജ്യൂസാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് ഇളം ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മിക്സ്ഡ് ആപ്പിൾ ആൻഡ് സ്മോൾ ബനാന ജ്യൂസ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നമ്മളതിൽ ബൂസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ജ്യൂസിന്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് നന്നായിട്ട് തണുപ്പിച്ചാണ് കഴിക്കേണ്ടതെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കഴിക്കാം. അതും അല്ലെങ്കിൽ ഒരു 1 അവർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മിക്സ്ഡ് ആപ്പിൾ ആൻഡ് സ്മോൾ ബനാന ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.